നെഞ്ചുപൊട്ടുന്ന ഒരു മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്നും പുറത്തുവന്നത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ ജീവൻ നഷ്ടമായ ആ പൊന്നുമോന്റെ വിയോഗം മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് സഹിക്കാനാവുക? അവധിക്കാലം ചിലവഴിക്കാനായി അമ്മയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു 5.5 വയസ്സുകാരനായ ഹാമിൻ. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 അമ്മ വീടിന് സമീപത്ത് തന്നെയുള്ള വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ പൊന്നുമോന്റെ മരണവാർത്തയ്ക്ക് പിന്നാലെയെങ്കിലും ഓരോരുത്തരും തങ്ങളുടെ വീടുകളിൽ പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വളരെ ഗൗരവത്തോടെ എടുത്ത് സ്വന്തം വീടുകളിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. തിരുവല്ല പെരിങ്ങര കൊല്ലവറയിൽ ഹാബേൽ ഐസക്കിന്റെയും പെരിങ്ങര പഞ്ചായത്ത് ജീവനക്കാരി ശ്യാമയുടെയും ഇളയ മകനാണ് മരണപ്പെട്ട ഹാമിൻ. ഇന്നലെ ഉച്ചയ്ക്ക് ചെട്ടിക്കുളങ്ങര കൈതവടക്ക് കോഴിത്താഴത്ത് രാജന്റെ വീട്ടുമുറ്റത്താണ് സംഭവം നടക്കുന്നത്. ശ്യാമയുടെ പിതാവ് ശിവാനന്ദന്റെ സഹോദരനാണ് രാജൻ. ഇവരുടെ 2 വീടുകളും സ്ഥിതി ചെയ്യുന്നത് ഒരേ വളപ്പിൽ തന്നെയാണ്. രാജന്റെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് കുഴിയാനകളെ പിടിച്ച് കളിക്കുകയായിരുന്നു ഹാമിൻ. പിന്നീട് അയൽവാസി എത്തി കുഞ്ഞ് വീണ് കിടക്കുന്നു എന്ന് കേട്ടാണ് അവിടേക്ക് ഓടിയെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ മുത്തശ്ശൻ കാണുന്നത് നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന ഹാമിനെയായിരുന്നു. കുഴിയാനകളെ പിടിക്കുന്നതിനിടെ മെയിൻ സ്വിച്ചിൽ നിന്നുള്ള എർത്ത് വയറിന്റെ പൈപ്പില്ലാത്ത ഭാഗത്തെ കമ്പിയിൽ ഹാമിൻ സ്പർശിച്ചതോടെ വൈദ്യുതാഘാതമേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് നിഗമനം. കുട്ടിയെ ഉടൻ തന്നെ തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. KCB വൈദ്യുതി സെക്ഷൻ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിനുള്ളിലെ സാധാരണ പ്ലഗ് സോക്കറ്റ് മറ്റൊരു എക്സ്റ്റൻഷൻ സോക്കറ്റിൽ ഘടിപ്പിച്ച് ഫ്രിഡ്ജ്, ഫാൻ എന്നിവയ്ക്ക് കണക്ഷൻ നൽകിയിരുന്നു. എർത്ത് പിൻ വഴി വൈദ്യുതി മുറ്റത്തേക്കുള്ള എർത്ത് വയറിലൂടെ പ്രവഹിച്ചതാണ് അപകട കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടി KCB അധികൃതർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീടിന്റെ ബേസ്മെന്റിനോട് ചേർന്നുവരെ എർത്ത് വയർ PVC പൈപ്പിനുള്ളിലായിരുന്നു. എന്നാൽ ഇതിനു ശേഷമുള്ള താഴേക്കുള്ള ഭാഗം കവചമില്ലാത്ത ചെമ്പുകമ്പി മാത്രമാണ്. മണ്ണ് മാറ്റിയ ശേഷം ഹാമിൻ ഈ കമ്പിയിൽ സ്പർശിച്ചതാകാം അപകട കാരണമായത് എന്നാണ് നിഗമനം. ഇത്തരം അപകടങ്ങളിലൂടെ എല്ലാ വീടുകളിലും വൈദ്യുതി സുരക്ഷയ്ക്ക് മുൻകരുതൽ നൽകേണ്ടതിന്റെ പ്രാധാന്യവും അടിവരയിട്ട് കാണിക്കുന്നു. സുരക്ഷിതമായ വയറിംഗ് രീതികളുടെയും ഇലക്ട്രിക്കൽ ലീക്കേജ് സർക്യൂട്ട് സംവിധാനങ്ങളുടെയും ആവശ്യകതയും ഇവിടെ എടുത്തു കാട്ടേണ്ടിയിരിക്കുന്നു. അപകടം നടന്ന ഈ വീടിനുള്ളിൽ വയറിംഗ് പഴയതും അപകട ഭീഷണിയുള്ളതുമാണ് എന്നാണ് KCBയുടെ കണ്ടെത്തൽ. കൂടാതെ വീടിന് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സ്ഥാപിച്ചിരുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.